ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ മത്തിപ്പുഴുക്കാണ്. ഇന്ന് ചെറിയ മത്തി ഇട്ടതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു മത്തിപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചെറിയ മത്തി നമ്മൾ മുഴുവനോടെ ഇട്ടിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കുക. പിന്നെ മത്തീൻ്റെ ചെറിയ മത്തിയായതുകൊണ്ട് മുള്ളൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ മുള്ളിൽ എന്തെല്ലോ ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കട്ടെ. വെള്ളം ഒഴിച്ച് നമുക്കിതിന് വെന്ത ശേഷം ഈ വെള്ളം ഊറ്റിക്കളയണം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒറ്റ വിസിലേ വേണ്ടതുള്ളൂ. അപ്പോഴേക്കും കപ്പ നല്ലോണം വേവുന്ന കപ്പയാണ്. ഇതിൻ്റെ വന്ന ശേഷം നമുക്ക് വെയിറ്റ് ഇടാവുന്നത്. കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കുക. അതിനു വേണ്ടി ഞാൻ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചാൽ മതി. നല്ല പോലെ വെന്ത് കഴിഞ്ഞ് ഞാനതിൽ വെള്ളമൊക്കെ ഊറ്റി ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അല്പം മഞ്ഞളും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടതൊന്ന് മീൻ താഴോട്ട് കൊണ്ടുവരണം. ഇതിലത് പെട്ടെന്ന് വേവിക്കണം. ഇച്ചിരിയും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചെടുത്ത് പാത്രം കഴിഞ്ഞ് അല്പം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. മീനൊന്ന് വെന്ത് വരണം. അത് ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. നമ്മുടെ മത്തി ഏകദേശം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ അരപ്പ് ചതച്ച് വെച്ച ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം സ്മാഷർ വെച്ചിട്ടാണ്. പണ്ടൊക്കെ എൻ്റെ അമ്മയിലെല്ലാം മന്ത് വെച്ചിട്ട് നല്ലവണ്ണം ഉടക്കമായിരുന്നു. ഇന്ന് മന്തല്ല, ഇന്ന് അതിന് പകരം സ്മാഷറായി. ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഭയങ്കര അധികം മുറുകിയാൽ തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇച്ചിരി അരിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കപ്പ മത്തിപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്ക് റെഡിയായി. ഇതിനി നമുക്ക് നല്ല ചൂടോടുകൂടി ഒരു ഇലയിൽ വിളമ്പിയാൽ പ്രത്യേക സ്വാദാണ് കഴിക്കാൻ. ഇതിന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പറാണ്.